അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിൻ്റെ റമദാൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഹ്രസ്വപ്രഭാഷണ പരിപാടിയിലാണ് നമ്മളുള്ളത്. ഇന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ചില പ്രധാനപ്പെട്ട വസിയ്യത്തുകൾ, നിർദ്ദേശങ്ങളാണ് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂദർ തങ്ങൾ പറയുകയാണ്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഔസിനി, പ്രവാചകരെ, അങ്ങ് എന്നെ ഉപദേശിച്ചാലും എന്നോട് വസിയ്യത്ത് പറഞ്ഞാലും. അപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു, ഊസിക ബി തഖ്വല്ലാഹ്, എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ഞാൻ നിന്നോട് വസിയ്യത്ത് ചെയ്യുന്നു. ഫഇന്നഹാ റഅ്സു അംരിക, അതാണ് നിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും പ്രധാന ഭാഗം, അഥവാ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളുടെയും തല. മനുഷ്യൻ്റെ ശരീരത്തിൽ തലയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടോ അതുപോലെ മനുഷ്യൻ്റെ ആത്മീയമായ ജീവിതത്തിൽ തഖ്വ എന്നുള്ളത് ശരീരത്തിലെ തലയുടെ ഭാഗത്താണ്. ഏറ്റവും സുപ്രധാനമായതാണ് തഖ്വ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി, ഞാൻ പ്രവാചകരോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് കൂടുതലായി പറഞ്ഞു തരിക. ഇത് ഒരു ചെറിയ കാര്യമാണ് എന്ന് അബൂദർ തങ്ങൾക്ക് തോന്നിയതുപോലെ കൂടുതലായി ഉപദേശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആൻ വദിക്രില്ല, എപ്പോഴും ഖുർആൻ പാരായണം നിൻ്റെ സ്വഭാവമായി സ്വീകരിക്കുക. അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന സ്വഭാവവും നിന്നിൽ നീ വളർത്തിയെടുക്കുക. ഫഇന്ന ദാലിക ലക നൂറും ഫിസ് സമാവാതി വനൂറും ഫിൽ അർദി, അത് വാനലോകത്തും ഭൂമിയിലും നിനക്ക് പ്രകാശം പരത്തിത്തരും എന്ന് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമദാനിൽ വിശേഷിച്ചും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഇബാദത്തുകളുടെ ഭാഗമാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വസിയ്യത്തിലൂടെ അബൂദർ റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകിക്കൊണ്ട് നമ്മളോട്, ഉമ്മത്തിനോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഖുർആൻ പാരായണം നിത്യമാക്കുക, അള്ളാഹുവിനുള്ള ദിക്ർ അതെപ്പോഴും നിൻ്റെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കണം. അത് നിനക്ക് ഭൂമിയിലും ആകാശലോകത്തും പ്രകാശമുണ്ടാക്കിത്തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂദർ തങ്ങൾ വീണ്ടും നബിയോട് ചോദിച്ചു, സിദ്നി, പ്രവാചകരെ, എന്നോട് കൂടുതലായി വസിയ്യത്ത് ചെയ്യുക. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാ തുക്സിരിൽ ലഹ്ക ഫഇന്നഹു യുമീതുൽ ഖൽബ വയുദ്ഹിബു നൂറൽ വജ്ഹ്, നീ അമിതമായി ചിരിക്കരുത്. അമിതമായുള്ള ചിരി മുഖത്തിൻ്റെ പ്രകാശം കെടുത്തിക്കളയും, അത് ഹൃദയത്തെ മരിപ്പിക്കുകയും ചെയ്യും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അബൂദർ തങ്ങൾ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് സിദ്നി, തങ്ങളെ എന്നോട് കൂടുതലായി വസിയ്യത്ത് ചെയ്യൂ. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക ബിൽ ജിഹാദ്, നീ സമരത്തിലേർപ്പെടുക, ധർമ്മസമരത്തിലേർപ്പെടുക. ഇസ്ലാമിൻ്റെ, മനുഷ്യകുലത്തിൻ്റെ ശത്രുക്കളോട്, അതിൽ പ്രധാനമായും പിശാചിനോട് നീ സമരത്തിലേർപ്പെടുക. ഫഇന്നഹു റഹ്ബാനിയത്തു ഉമ്മത്തി, അത് എൻ്റെ സമൂഹത്തിൻ്റെ റഹ്ബാനിയത്താണ്, പൗരോഹിത്യമാണ്. ഈ ഉമ്മത്തിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് യുദ്ധത്തിലേർപ്പെടുക എന്നുള്ളതാണ്. യുദ്ധമെന്ന് പറയുമ്പോൾ വാളെടുത്തുള്ള യുദ്ധം മാത്രമല്ല, അത് അനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ടി വരുമ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട യുദ്ധം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തോട്, അല്ലെങ്കിൽ സ്വന്തം മനസ്സിൻ്റെ ഇച്ഛകളോട്, പൈശാചികമായ തോന്നലുകളോടൊക്കെയുള്ള യുദ്ധമാണ്. ആ യുദ്ധം നീ എപ്പോഴും കൊണ്ടു നടക്കുക, അത് നിൻ്റെ സ്വഭാവമായി സ്വീകരിക്കുക. അത് നിനക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരും. അബൂദർ തങ്ങൾ പറയുന്നു, ഞാൻ വീണ്ടും പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സിദ്നി,
പ്രവാചകരെ എനിക്ക് കൂടുതലായി പറഞ്ഞു തരൂ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അലൈക ബിസ്സുംത് ഇല്ലാ മിൻ ഖൈരിൻ ഫഇന്നഹു മറദ്ദത്തുൻ ലിശൈത്വാനി അൻക വഅൗനുൽ ലക അലാ അംരി ദീനിക്. നീ എപ്പോഴും നിശബ്ദത, അമിതമായി സംസാരിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. ആവശ്യത്തിനു മാത്രം സംസാരിക്കുക. നല്ല കാര്യങ്ങളിലുള്ള സംസാരമല്ലാത്ത ഒന്നും നിന്നിൽ നിന്ന് ഇല്ലാതിരിക്കാൻ നീ ശ്രദ്ധിക്കുക. അങ്ങനെ അനിവാര്യമായ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുന്ന സ്വഭാവം നീ ഉണ്ടാക്കിയെടുത്താൽ അനാവശ്യമായ സംസാരങ്ങൾ മുഴുവനും നിനക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ വൈന്നഹു മറദ്ദത്തുൽ ലിശൈത്താൻ, അത് പിശാചിനെ നിന്നിൽ നിന്ന് അകറ്റും, ആട്ടിയോടിക്കും. വഅൗനുൽ ലക അലാ അംരി ദീനിക, നിന്റെ മതപരമായ എല്ലാ കാര്യത്തിലും നിനക്കത് വലിയ സഹായകമാവുകയും ചെയ്യും എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ അബൂദർ തങ്ങൾ പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി, ഞാൻ വീണ്ടും തങ്ങളോട് പറഞ്ഞു, നബിയെ എനിക്ക് കൂടുതലായി വസിയ്യത്ത് പറഞ്ഞു തരൂ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഉൻളുർ ഇലാ മൻ ഹുവ ദൂനക വലാ തൻളുർ ഇലാ മൻ ഹുവ ഫൗഖക്. നീ ഭൗതിക കാര്യങ്ങളിലെല്ലാം നിന്നെക്കാൾ താഴ്ന്നവരെ മാത്രം നോക്കുക. നിന്നെക്കാൾ സൗകര്യം കുറവുള്ളവരെ, ഭൗതികമായ എല്ലാ സൗകര്യങ്ങളിലും നിന്നെക്കാൾ താഴ്ന്നവരെ മാത്രം നോക്കുക. അയൽപക്കത്ത് അവരുടെ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കി നീ വീട് വെക്കുകയാണെങ്കിൽ നിന്റെ ഏറ്റവും ചെറിയ വീടുള്ള അയൽപക്കക്കാരനെ നോക്കുക. അതുപോലെ നീ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ചെറിയ വണ്ടി ഉപയോഗിക്കുന്ന നിന്റെ അയൽപക്കക്കാരനെ കണ്ടിട്ടായിരിക്കണം നീ മാതൃകയാക്കേണ്ടത്. അങ്ങനെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും നീ നിന്നെക്കാൾ സൗകര്യം കുറവുള്ളവരെ മാതൃകയാക്കുക. അങ്ങനെ ചെയ്താൽ നിനക്കത് അള്ളാഹുവിനോട് അടുപ്പമുണ്ടാക്കും. മറിച്ചായാൽ, അഥവാ നിന്നെക്കാൾ കൂടുതൽ സൗകര്യമുള്ളവരെ നോക്കിയിട്ടാണ്, നീ വിലയിരുത്തിയിട്ടാണ് നിന്റെ കാര്യങ്ങൾക്ക് നീ മുന്നോട്ടിറങ്ങുന്നതെങ്കിൽ അത് അള്ളാഹു നിനക്ക് ചെയ്ത് തന്ന നിഅമത്തുകളെ ചെറുതായി കാണാൻ കാരണമാകും. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദരി നിഅമത്തല്ലാഹി അലൈക്, അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ചെറുതായി കാണാൻ മറിച്ചാകുമ്പോൾ നിന്നെ പ്രേരിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വീണ്ടും കുടുംബബന്ധം പുലർത്താനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനും തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം വിശേഷായി പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ജീവിതത്തോട് അടുപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.